ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് എത്ര വെള്ളം കുടിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല കേട്ടോ. പിന്നെയും വെള്ളം കുടിക്കാൻ തോന്നുന്നു. അങ്ങനെ 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലിരുന്ന ചീര, മീൻ, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. നല്ലൊരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് പുളിശ്ശേരിക്കൊക്കെ കട്ട് ചെയ്ത് അത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് തന്നെയാണ്. അപ്പോൾ അതെല്ലാം മാവെല്ലാം റെഡിയാക്കി വെച്ചു. ആ സമയത്ത് കുക്കറിൽ നമ്മുടെ ചോറൊക്കെ റെഡിയായി. അങ്ങനെ ഉടനെ തന്നെ ഞാൻ പുളിശ്ശേരിയൊക്കെ മാങ്ങ വെന്തപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് പുളിശ്ശേരി റെഡിയാക്കി. പിന്നെ രാത്രിയിൽ തന്നെ ചീര അരിഞ്ഞ് വെച്ചിരുന്നേ. അതുകൊണ്ട് ചക്കക്കുരും ചീരയും കൂടെ തോരൻ വെക്കാമെന്ന് വെച്ചാൽ അത് അടുപ്പത്താക്കി. അത് പെട്ടെന്ന് ചെയ്തു. പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ഐസൊക്കെ മാറി. അത് വറുക്കാൻ സമയമായി. പിന്നെ അത് വറുക്കാനായിട്ടിട്ടു. അങ്ങനെ 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും എല്ലാം റെഡിയായി കിട്ടി. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ മോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തീർന്നേ. തിളപ്പിച്ച വെള്ളം തീർന്നു. അങ്ങനെ നമുക്ക് ഈ കെറ്റിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ പെട്ടെന്ന് അതിൽ കുറച്ച് വെള്ളം വെച്ച് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ അത് തിളച്ച് കിട്ടി കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ചായ ഇടാനായാലും ഒക്കെ നമുക്കത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോഴത്തേക്ക് അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. പിന്നെ ലഞ്ച് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ചോറ് അങ്ങോട്ട് വയ്ക്കുമ്പോഴേ 1 സ്പൂൺ ചോറ് വയ്ക്കുമ്പോഴേ തുടങ്ങും അയ്യോ മതി എന്ന്. അങ്ങനെ ഞാൻ 2-3 സ്പൂൺ ചോറൊക്കെ വെച്ചു. പിന്നെ കറികളൊക്കെ ഇതിൽ മാങ്ങ അച്ചാറും കൂടെ പിന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ പാക്കിങ് കഴിഞ്ഞപ്പോൾ അതും എടുത്തുകൊണ്ട് മോള് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റു വിശേഷവുമായി വീണ്ടും വരാം. ബൈ.